നമ്മൾ വീഡിയോ പിടിക്കണമെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. നമ്മൾ വിട്ടുപോണത് തിങ്കളാഴ്ചയാണ്. ദാദാ ഈ ചക്ക നമ്മൾ അന്നിട്ടേക്കാൾ തരാട്ടാ, കൊണ്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ, ഞാനുണ്ടല്ലോ നമ്മുടെ വീഡിയോയിലേക്ക് പോണേക്കാൾ മുന്നേ സങ്കടകരമായൊരു കാര്യം കൂടി പറയാനാട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കുറച്ച് നായകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചുവന്ന പട്ടി ഉണ്ടല്ലോ, ലോറ, അത് നമ്മളെ വിട്ടുപോയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പിടിക്കണമെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച വീഡിയോ പിടിച്ച അവസാനം കാണാം അവൾ എൻ്റെ പിന്നാലെ ഓടി വരുന്നത്. ലോറ നമ്മൾ വിട്ടുപോണത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ലോറയുടെ താഴെ കിടക്കുന്നത് നമ്മുടെ അംബ്രൂസ്, അതിൻ്റെ അപ്പുറത്തെ ലോറ ചുവന്നപ്പട്ടി, അതിൻ്റെ അപ്പുറത്തെ ടൈസൺ. അവർ 3 പേര് ചെറുപ്പത്തിലത്തെ ഒരു ഫോട്ടോയാണ് ഇട്ടത്. അപ്പോൾ ഇവർ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കണില്ല. താഴെയുള്ള അനിയൻ സജീവൻ്റെ കാർ പോർച്ചിൽ വെച്ചിട്ടാണ് ലോറ നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. എന്തായാലും പ്രായമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാവണം അവർ മരിക്കാൻ കാരണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ, വാ 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 വാ, തരാം. ഇന്നെന്നാ ദാദാ നമ്മളെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ പറമ്പിലേക്ക് കറി വയ്ക്കാനായിട്ട് കുറച്ച് വഴുതനങ്ങ പൊട്ടിക്കാൻ പോയതാ. അപ്പോൾ അവിടുത്തെ പോകുമ്പോഴേ തുടങ്ങുമ്പോൾ കടിച്ചില്ലേ. അപ്പം ഞാൻ വരും വഴിക്ക് വെറുതെ ഒരു തുണ്ട് പുല്ല് പിടിച്ചിങ്ങോട്ട് വരും. അത് കിട്ടിയവർ ഹാപ്പി. ഇനി നമ്മൾ അവിടുത്തെ പറമ്പിലേക്ക് പോകട്ടെ, കുറച്ച് പച്ചക്കറിക്ക് പൊട്ടിക്കാണ്ട്. നോക്കി നമ്മുടെ കയ്പക്കായ കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിക്കണത്. ഫസ്റ്റത്തെ നോക്കിയേ, എപ്പോൾ നോക്കിയേ, നല്ലൊരു കയ്പക്കായ കേട്ടാ. കേടൊന്നും വന്നിട്ടില്ല കേട്ടാ. കേട് വരാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കവിച്ച് തളിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ദേവിക്ക് ആയാലും കണ്ട എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് പൊട്ടിക്കാം. അയ്യോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ. അപ്പം ഇന്ന് പച്ചക്കറി പൊട്ടിക്കണത് പുത്തൂർ കൊണ്ടുപോകാനാട്ടോ പെങ്ങൾക്ക്. അപ്പോൾ അവള് എന്താ പറയുക, ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒക്കെ അത്യാവശ്യം പച്ചക്കറികൾ പൊട്ടിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചക്ക ഇടണം. ഇനി നമ്മുടെ എന്താ പറയുക, കുക്കമ്പർ പൊട്ടിക്കാം, അതും ആയിട്ടുണ്ട്. നോക്കി നമ്മുടെ കുക്കമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ദിവസം ഓരോന്ന് പൊട്ടിച്ചെടുക്കൂട്ടോ അതിൽ ദിവസം കഴിക്കാനുള്ളത്. അല്ലാതെ ഒരുമിച്ച് പൊട്ടിക്കുന്നതാണ് നമ്മൾ പിന്നീട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അറിയാലോ എത്രമാത്രം നമുക്ക് കുക്കമ്പർ ഉണ്ടാവേണ്ടെന്ന്. ഇതെവിടെയൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയാന്നറിയോ, കണ്ട. കേടൊന്നും ഉണ്ടാവണില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, കവച്ചായിട്ട് നമ്മൾ തളിച്ചു കൊടുക്കണേ. ഇപ്പം തന്നെ നമ്മൾ നാളേക്ക് കഴിക്കാനുള്ളതാണ് ഒരാളവിടെ നിർത്തി നോക്കണേ. ഇത് നാളെ നമുക്ക് കഴിക്കാനായിട്ട് പൊട്ടിക്കും. അപ്പോഴേക്കും പിന്നെ ചെറുതുകൾ ഇതാ മുകളിൽ നോക്കിയറിയാം. ഞാൻ കാട്ടിത്തരാം കേട്ടോ, ഓരോ കുമ്മി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തേ കണ്ട, ഇങ്ങനെ ഓരോ കുമ്മി ഉണ്ടാവണത്.
ഇപ്പുറത്തൊക്കെ നോക്കിയാൽ കാണാം നമുക്കതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ നോക്കിയാൽ അത് എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കുക്കമ്പറിൻ്റെ പേര് സ്നോ വൈറ്റ് കുക്കമ്പർ, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയേണ്ടത് ആർക്കെങ്കിലും മേടിച്ച് വയ്ക്കണമെങ്കിലേ ആ പേര് ഇങ്ങനത്തെ പേര് ചോദിച്ചിട്ട് മേടിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ചതുരപ്പയർ പൊട്ടിക്കാം. നമ്മുടെ ചതുരപ്പയർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചതുരപ്പയർ കറി വയ്ക്കുമ്പോൾ ഉടയൊന്നുമില്ല. ഇനി നമുക്ക് വഴുതനയും ചീരയും കൂടി പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയേ, വഴുതനങ്ങ ഇത് എത്രയും പൊട്ടിച്ചെടുത്തു. കാരണം നമുക്ക് ആവശ്യമുള്ളതല്ലേ വേണ്ട, അവൾക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് പൊട്ടിച്ചെടുക്കണമല്ലേ. ചീര നമ്മൾ അന്ന് അരിഞ്ഞ കാരണം ഇപ്പം ഇത്തിരി കുറവാട്ടോ. പക്ഷേ നമ്മുടെ അവിടുത്തെ വീട്ടിലത്തെ പറമ്പിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ അരിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ചീരയും ചക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക പച്ചക്കറി പൊട്ടിക്കൽ കഴിഞ്ഞു. എൻ്റെ പിന്നാലെ ഈ ഓടി വരുന്നതായിട്ട് ലോറ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവളുടെ ലാസ്റ്റത്തെ ഒരു വരവായിരുന്നു എൻ്റെ പിന്നാലെ വന്നിരുന്നെന്നുള്ളത്. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ. കാരണം ഇവിടെ ഓരോ നായകളും നമ്മളെ അത്രയും മത്സരിച്ചിട്ടാണ് സ്നേഹിക്കുക. എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഇവിടെയാണെങ്കിൽ അവർ ഓടി വരിക. ഒത്തിരി സങ്കടം. നിങ്ങൾക്കുള്ളത് ഞാൻ വേറെ തരാം കേട്ടാ. നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് വേറെ തരാം. നമ്മളിത് ഇപ്പോൾ തന്നെ കൊടുത്തയക്കാനുള്ളതാണേ. അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത് കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക ചക്ക ഇടാൻ പോവാം. ഇപ്പോൾ കൊണ്ടുവരാം. നമ്മുടെ പുതിയ കുക്കമ്പർ തൈ കേട്ടാ. അതേപോലെ പുതിയൊരു കയ്പത്തൈയും കൂടി ഇവിടെ വളർന്നതിൻ്റെ. ഈ ചക്ക നമ്മൾ അന്നിട്ടേക്കാളും വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ പയറിട്ടാ മുളച്ച് വരുന്നതാ. ഇതിൻ്റെ ഇടയിൽ നിറച്ച് ചീരത്തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മിക്കത് അടുത്ത ആ ഒരു വീഡിയോയിലാകുമ്പോഴേക്കും ആ ചീരത്തൈകളൊക്കെ വലുതായിട്ട് നമുക്കറിയാൻ പറ്റും. ഇനി ഒരു മത്തയും കൂടി പൊട്ടിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങയുടെ ഒരു വിളവെടുപ്പ് നമ്മൾ കാണിച്ചതല്ലേ. ഇപ്പോഴും മത്തങ്ങ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിൽ നിൽക്കുന്ന മത്തങ്ങ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റില്ല. കാരണം അവരിങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ ഇല നീക്കി നോക്കണം. അപ്പോൾ ഇതിവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്തു കേട്ടോ. പുറത്ത് ഇങ്ങനെ സൈഡിൽ നിൽക്കണത് കാട്ടിത്തരാം കേട്ടോ. അതെ, മഞ്ഞ മത്തങ്ങ കണ്ടോ, ഞാൻ കവറിട്ട് നിർത്തിയിരിക്കുക. അതെ, മഞ്ഞ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദേ ഇവിടെ പടർന്നിട്ട് നോക്കിയ ഒരാൾ നിൽക്കുന്നത് ഈ ഒരു കൊള്ളിമിക്ക എടുത്തിട്ട് ആ പടർന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കൊള്ളിയുടെ കൊമ്പൊടിഞ്ഞു. ഇതാ ആൾ വലുതാവണനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് നില മുട്ടിപ്പോൾ. അതേപോലെ തന്നെ ദേ ഇപ്പോൾ ഇവിടെ നോക്കിയേ കണ്ട. ഇങ്ങനെ നിൽക്കണവരെ കാട്ടിടാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എന്താ പറയുക ഇലകളുടെ തടസ്സം കൊണ്ട് കാണില്ല. ദേ കണ്ട,
ഇപ്പുറത്ത് കണ്ട ഇത് കണ്ടില്ല ഇതേ അതേപോലെ നോക്കി ഇപ്പുറത്ത് ഇതെങ്ങനെ ആയി പടർന്ന് നിൽക്കണതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ നിറച്ച് പത്തങ്ങിണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരെണ്ണം മുറിച്ചത് കാരണം അവളിടയ്ക്ക് കൊണ്ടുപോകണുണ്ടേ. തരാട്ടാ കൊണ്ടുവരണ്ട ഇത് കഴിഞ്ഞിട്ടാ. അവർക്കേ നമ്മൾ പുറത്തിറങ്ങി അപ്പം അവർക്കുള്ള ഫുഡ് കിട്ടണേ. ഇത്തിരി പുല്ലിന് വേണ്ടിയിട്ടായിട്ട് അവർ കരയണേ, വേറെ ഒന്നല്ല. പക്ഷെ അവർക്കത് കിട്ടിയിരിക്കണം. അപ്പോൾ നോക്കിയേ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. അപ്പോൾ ഇപ്പം തന്നെ ഷായട്ടയിൽ ഇത് ഞാൻ കൊടുത്തയക്കാട്ടാ. കാരണം ചീരയ്ക്കാകുമ്പോൾ ഇരുന്ന് പാടുമല്ലോ. അപ്പോൾ ഒരു സഞ്ചി എടുക്കട്ടെ. ചക്ക ആദ്യം വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോഴേ ഒക്കെ പിളിഞ്ഞ് പോവുമല്ലോ. പിന്നെ കുക്കമ്പ് വയ്ക്കാം. ഓ തരാം. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് ഇതാ പുത്തൂര് കാട്ട പോണതാ. ഇത് പുത്തൂരാണ് നമ്മുടെ പെങ്ങളുടെ വീട്. ഞാൻ പോണില്ല ആട്ടാശായിട്ട് തന്നെ പോണുള്ളൂ. കൊണ്ടാക്കിയിട്ട് വരും, അല്ല കൊണ്ടുകൊടുത്തിട്ട് വരും. നമുക്ക് വീണ്ടും ആ പറമ്പിലേക്ക് തന്നെ പോണത്. കാരണം നമ്മൾ കുറച്ച് ഷവറൊക്കെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ അവിടെ കൊണ്ടിടണം. കുറച്ച് കോഴിക്കാട്ടും കൂടി കൊണ്ടുപോകാന്ന് വെച്ചിട്ടിരിക്കണേ. കാരണം മുളകിന് ചെറുതായിട്ടൊരു വളർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് പോകട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ മുളകിനൊക്കെ ചവറുന്നത്. നമുക്ക് നോക്കിയറിയാം അവരുടെ നോക്കിയ വളർച്ച. ദേ ഒരടിയോളം ഹൈറ്റ് അവർ ഇതേ വന്നിട്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചവറായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോഴിക്കാട്ടം. അതിന് ശേഷം ഇവരെ കടക്കിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കും. കടത്തൊടാതെ ഈ ഇടയിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കുറേശ്ശെ. നമ്മൾ ഒരു 200 മുളകും തൈകൾ നമ്മൾ വെക്കലുണ്ടായില്ലേ, ആ മുളകും തൈകളാട്ടത്. അപ്പോൾ ഇതാ കോഴിക്കാട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് മുളകുകൾക്ക് ഇതേപോലെ ചവറിടാനുണ്ട്. അപ്പം ഇനി അവർക്ക് ചവറിട്ട് കൊടുക്കാം. ഇത് ഷായേട്ടൻ്റെ ഫ്രീ ടൈമിൽ വന്നിട്ട് ഷായിട്ട് ഇതിൻ്റെ കടക്കിലേക്ക് മണ്ണിടും കേട്ടോ.
നമ്മളേ ഒരു മാവിൻ്റെ അടിയിലാട്ടാ ഈ മുളക് നട്ടോടത്ത് പോണത്. കാരണം മുളകിനധികം വെയിലിൻ്റെ വലിയ ആവശ്യമില്ലല്ലോ. ഇളം വെയിൽ നന്നാവുന്നുണ്ട് ഒരു. നമ്മുടെ ആപ്പിൾ ചാമ്പയുടെ ഇലകളത്. ഇനിയിപ്പോൾ എന്തിട്ടെന്നറിയോ, നമ്മൾ ഈ മതിലൊരു ഫുള്ള് കൊള്ളിയാന്ന് വെച്ച് കൊടുത്തോണേന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ഭാഗം നമ്മൾ കൊള്ളി പറിച്ച് കഴിഞ്ഞ ഭാഗത്താണ് നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ തക്കാളി മുളകൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും കൊള്ളി പറിച്ചിട്ട് കുറച്ച് ഭാഗം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണ പകുതിയോളം ഭാഗട്ടാ. പകുതിയിൽ നിന്ന് അങ്ങോട്ട് വീണ്ടും കൊള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കൊള്ളി പറിക്കണ സമയത്ത് കൊള്ളിത്തറികളൊക്കെ അപ്പോൾ കൊള്ളി പറിച്ചുകൊണ്ടും ഇവിടെ തന്നെ കൊള്ളിത്തറി ഇടും. അപ്പോൾ ഇനി അങ്ങനെ കുറച്ചും കൂടി ഭാഗമുണ്ട് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നല്ല കൊള്ളിത്തറികൾ നീക്കി വയ്ക്കണം, ബാക്കിയുള്ളത് പന്തലിനും അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. അപ്പം ഇന്ന് അതൊന്ന് തിരിച്ചിട്ടെ. എന്തോരം വലിയ കൊള്ളി കിട്ടി തറികളാന്ന് പറയൂരേ. ഇവരെ നീളം തന്നെ നോക്കിയേ. ഇതൊക്കെ നല്ല കൊള്ളിത്തറികളാണ്. ഇതൊക്കെ നമ്മൾ നീക്കി വയ്ക്കും. ഷായിട്ട് പിന്നെ ഇവിടെ പുല്ലൊക്കെ ചെത്തണുണ്ട് കേട്ടോ. നമ്മുടെ ഈ കൊള്ളിത്തറിയുടെ ആ ഒരു ഭാഗം തന്നെയാണ് വൃത്തിയാക്കണത് വേറൊരു സൈഡിൽ നിന്ന്. എന്തൊരു വേഗം പുല്ല് വലുതാവണേ. നമ്മുടെ കൊള്ളിത്തറിയുടെ ആ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഷായറ്റിൻ്റെ അതേ ഒപ്പം ആ ഭാഗം വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ കൊള്ളിത്തറി നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഭാഗം നമുക്ക് ഓരോ പന്തലൊക്കെ ഇടാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വേറെ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പന്തലിടാനായിട്ട് നമ്മുടെ പുതിയ കുക്കമ്പറിൻ്റെ ഒരു പന്തൽ വേണം. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കുക്കമ്പർ. പന്തലേ ഇടണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാട്ടാ നമുക്ക് കൊള്ളിത്തറി ഉണ്ടല്ലോ അതുകൊണ്ട് ഇടാലോ എന്ന് വിചാരിച്ചത്. കൊള്ളിത്തറിക്ക് നീളം കുറവായ കാരണേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തോണം വെക്കണം. കൃത്യ അളവിൽ നമുക്ക് കിട്ടില്ലേ. ചെറുതും വലുതൊക്കെ ആയിട്ടാണ്.
ഇപ്പം നോക്കിയാൽ നമ്മുടെ പന്തല് നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കൊള്ളിത്തറി കൊണ്ട് നമ്മൾ ഒരു ഊണൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൊള്ളി പറിക്കാനും കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പന്തലിട്ടോണെ ഉപകാരപ്പെട്ടില്ലെങ്കിലും നല്ലൊരു പന്തലിനായിട്ട് ഉപകാരപ്പെട്ടുമല്ലോ കൊള്ളിത്തറി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോവാം. കറിയൊക്കെ വയ്ക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് പോവാട്ടാ ചേട്ടാ. നമ്മുടെ കറിയിലേക്ക് ഇന്ന് നേന്ത്രക്കായ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഷായിട്ട് തോട്ടുകൊണ്ടാണ് പിടിച്ചിരുന്നത്. ഞാനേ ലാഡർ വെച്ച് കയറാനുള്ള ധൈര്യമില്ല. എന്നുവെച്ചാ സ്ഥലം ക്ലിയർ ആവണമെന്നില്ല. ബെസ്റ്റ് കായേട്ടാ. അതിന് വറക്കാം. വേണമെങ്കിൽ അങ്ങിടാം. വേണമെങ്കിൽ നമുക്ക് ഇതിന് എനിക്ക് ആകെ 2 മതി ചേട്ടാ. ബാക്കിൽ വറക്കാം. നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പോൾ ആദ്യ ചേച്ചിമാരോടാണ് ഹായ് പറയണേ. അംബിക ഹരിദാസ്, ഹായ് അംബിക ചേച്ചി. ശ്രീകുമാരി പത്മനാഭൻ, ഹായ് ശ്രീകുമാരി ചേച്ചി. എൽസി ജേക്കബ്, ഹായ് എൽസി ചേച്ചി. ഞാൻ ഇത്തോട്ടാ. വിസ്മയ വേണുഗോപാൽ, ഹായ് വിസ്മയ. വിദ്യ രാജൻ, ഹായ് വിദ്യ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ഏട്ടക്കറി വെക്കണത്. അപ്പൊ നമുക്കിതാ തീ കത്തിച്ച് ഒരു ചട്ടി തടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഈ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതാ ഒരു 4 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അപ്പൊ നോക്കി ചെറുതാക്കി എരിഞ്ഞ ഇഞ്ചി ഇട്ടാ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കും. കൂടെ തന്നെ ഇതാ ഒരു 6 വെളുത്തുള്ളി ഇതാ നീളത്തിലരിഞ്ഞത്, 8 പച്ചമുളക് ഇട്ട് നമ്മുടെ വെള്ളച്ചൂനിനാണ്. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ആ സമയത്ത് നോക്കി നമുക്കിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനുണ്ടല്ലോ ഇതാ ഒരു 15 ചോറുണ്ട് കേട്ടോ. നടു മുറിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അല്ലുതാ മീനൊക്കെ തിന്നിട്ടായിട്ടൊക്കെ എടുക്കണേ. ഞാൻ ആദ്യം ഇവിടേക്ക് കറി വെക്കാൻ വരുന്നേക്കാളും പിന്നെ അവൾക്ക് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ. ഉള്ളി ഇതാ ചെറുതായിട്ടൊരു കളറൊക്കെ മാറി ഇതാ നന്നായിട്ട് നമ്മളിതാ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ 1, 2 ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ കായൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി എരി വേണം. പിന്നെ നമ്മളതിലേക്ക് ഇതാ കാശ്മീരി മുളക് പൊടി അതിതാ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി ഇതാ 1 അരയേക്കാൾ കൊണ്ട് കൂടുതലുണ്ട് കേട്ടോ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കണ്ടതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് ഇറക്കി കൊടുക്കാം. പൊടികളിൽ ആ ഒരു പച്ച കുത്തൊക്കെ ഉണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീ കുറവിൽ തന്നെയായിട്ട് നമ്മളിപ്പോൾ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. പൊടിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ കണ്ടോ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ പൊടിയുടെ പച്ച കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നോക്കി നമ്മളുണ്ടല്ലോ 3 കായ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലത്തെ കണ്ട ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇത്തിരി കനത്തിലാണ്. പിന്നെ അത് മാത്രമല്ല നന്നായി കഴുകി വാരിയെടുത്തിട്ടുള്ള കായാണ് കേട്ടോ. പിന്നെ ഇത് 3 കായ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1/2 കിലോൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കായൊക്കെ ഇട്ടിട്ടാ മസാല ഇട്ട് നമുക്ക് നന്നായിട്ടിതാ കായ എനിക്ക് ആവേണ്ട പോലെ ഒന്ന് ആക്കി കൊടുക്കാം.
നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിരിക്കുക വെള്ളം ഒഴിക്കാം കേട്ടോ. ഏതാണ്ട് കായയുടെ ഒപ്പത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കായൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പിന്നെ നമുക്കിത് വേണ്ടി വരാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ഒപ്പം തന്നെ നമുക്ക് ഇതിലുണ്ടല്ലോ കേട്ടോ കുടപ്പുളി നമ്മൾ നോക്കിയാൽ ഒരു 6 ചീന്താണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കുടപ്പുളിയാണ് കേട്ടോ. അപ്പം അധികം പുളി വേണ്ട. അപ്പം ഇതാ അതും കൂടിയിൽ ഇട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ മൂടി വെച്ച് തീ കൂട്ടി വെച്ച് വേവിക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഇളക്കിക്കും കൊടുത്ത് തീ കുറവിൽ വയ്ക്കാം. കായൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ നന്നായിട്ടൊന്ന് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് തീ ഒന്ന് മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ കായൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതാ കായ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് നമ്മൾ കയ്യിലുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി, മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതേപോലെ കായത വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ഏട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏട്ട എന്ന് പറയുന്നത് നെയ്യുള്ള ഏട്ടയാണ് കേട്ടോ. എങ്കിൽ മാത്രമാണ് കായ ഇട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോയിലാണ് നമ്മുടെ മീൻ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കയ്യിലോട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്താ പറയുക, ചാറൊക്കെ ഒന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീനെ പിന്നീട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇങ്ങനെ താത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ മീനൊക്കെ ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ വെള്ളം കുറവാണ് തോന്നാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇതാ വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഞാൻ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ട് ഇതാ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് വീണ്ടും മീൻ പെട്ടെന്ന് വേവുമല്ലോ. ഒന്നും കൂടെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. തീയൊക്കെ കുറച്ച് വെച്ച് നമുക്കിതാ തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കിയാ കണ്ടോ, നമ്മൾ മീനൊക്കെ വേവാൻ അധികം സമയം വേണ്ടെന്നറിയാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു കഷ്ണം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ട പൊട്ടി മുറിഞ്ഞൂട് പോരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മീനിൻ്റെ വേവ്. പിന്നെ നമുക്കറിയാം ഏട്ടാന്ന് പറയുന്ന മീൻ വെന്തിങ്ങനെ ഓട്ടയ്ക്കുന്ന ഒരു മീനല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ കായൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഉടഞ്ഞു പോവില്ല. എത്ര എന്തായാലും അതങ്ങനെ വീർത്തോണം കിടക്കും. അപ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ മീൻ നുറുക്കിയിട്ടുണ്ടായിരുന്നതും. ഇനിയിപ്പോൾ ഞാൻ എന്താ തീ കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് എണ്ണ തളിയുടെ വരെ ഒന്ന് വെക്കാം. നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നോക്കിയാൽ നമ്മുടെ മീൻ കറിയിൽ വേണ്ട എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതേപോലെ തെളിഞ്ഞ് വരണം കേട്ടോ. നമ്മുടെ കറി ഇതേപോലെ ആയിട്ടിരിക്കുക കണ്ട. കഷ്ണം കായും നല്ല കുഴമ്പനായിട്ടിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൈറിന് പിടിച്ചിട്ട് വരാം. നല്ല വെയിലായിട്ടെന്ന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പണികൾ കഴിഞ്ഞു വന്നപ്പോൾ കൃത്യം ഉച്ചയ്ക്ക് ഊണയിക്കുന്ന ഒരു ടൈം തന്നെ ആയിട്ടുണ്ട്. പാത്രത്തിലാകെ വെയിലാണ് കറി രസമുണ്ട്. നല്ല രസമുള്ള കറിയാണ്. പിന്നെ നമ്മൾ ഇതിൽ വേണമെങ്കിൽ നാളികേരം അരച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു വറുത്തരച്ചിട്ട് ഏട്ടാ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഏട്ടാ. അത് ഞാൻ വെച്ചിട്ടുണ്ട് ടേസ്റ്റ്. നെയ്യുള്ള ഏട്ട പ്രത്യേകം എടുത്തോളൂ. എങ്കിലാണ് ഇങ്ങനെ വെക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല മുള്ളുണ്ടാവാനും പാടില്ല ഏട്ടാ. അടിപൊളിയല്ലേ? അത്ര സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന കറി കേട്ടത്. പെട്ടെന്ന് കഴിയും.
ഞങ്ങളെ കൈയോടെ തന്നെ ഇതന്നെ ചോറിന് ഉച്ചയ്ക്കത്തെ പരിപാടി പറയുന്ന വെച്ച് കഴിക്കാനാ അടുത്തല്ലേ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ കഴിക്കാം.